ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതാ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി തോല് കളഞ്ഞതാണ്, ഉള്ളി 3 തക്കാളി, 2 ചെറിയ വലിയ ഉള്ളി 2 എണ്ണം, തക്കാളി 3 എണ്ണം, ഒറ്റൊരു വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ നമുക്കിത് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്കത് വാട്ടിയെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരുന്ന സമയത്ത് ഉള്ളി, ആ വെളുത്തുള്ളിയും ഒറ്റൊരു വെളുത്തുള്ളി 5 കഷ്ണം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് ഉള്ളി വാടാൻ വേണ്ടിയിട്ട്. അധികം ഇത് വാടി അങ്ങ് ഇതാവൊന്നും വേണ്ട, കുറച്ചൊന്ന് വാടിയാൽ മതി. ഒരുപാട് മൂക്കൊന്നും വേണ്ട, കുറച്ചൊന്ന് വാടുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് കഴിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിന് വാടി വന്നതിന് ശേഷം ബാക്കി ചോറ് ഇതിൻ്റെയൊക്കെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾ പൊടി, നുള്ളു മതി, ഒരുപാടൊന്നും ഇല്ല, ഒരു നുള്ളു മഞ്ഞൾ പൊടി, ചെറിയൊരു സ്പൂണ് മുളക് പൊടി. ഇത് ഉള്ളിയുടെയും തേങ്ങയുടെയും ആവശ്യമനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ അതൊന്ന് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടുന്നവർ തക്കാളി വാടി ഉടഞ്ഞ് വരുന്നവരെ നമുക്കത് ഇളക്കിയെടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു ഇതള് കറിവേപ്പിലിട്ട് കൊടുക്കാം. ഇതള് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയായാൽ മതി. ഇനി ഇത് നമുക്ക് വാങ്ങി വെക്കാം. അതിൻ്റെ ആറുന്നവരെ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ജാറിൽ മിക്സിയിലിട്ട് കൊടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാടൊന്നും അരക്കണ്ട. ഇതാണ് തക്കാളി ചട്നി. ദോശൻ്റെ കൂടി നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ചട്നിയില്ല, മസാല ദോശക്കല്ലോ അതുപോലെ തന്നെ. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഹോട്ടലിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ അരച്ചതുണ്ടാവും. കാരണം അവർ കുറച്ച് ലൂസാക്കിയിട്ടില്ലായിരിക്കും, അങ്ങനെ ചേർക്കാനറിയില്ല. ഇത് നല്ല ടേസ്റ്റാണ്. ദോശ ഇഡ്ഡലി കൊടുക്കാൻ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇത് തക്കാളി ചട്നി നമുക്കത് കഴിച്ചു നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.